എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ രംഗം കൊഴുത്തിരിക്കുന്ന സമയത്ത് കുറേയധികം PR വേലകൾ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ പാർട്ടിക്കാരും എല്ലാ നേതാക്കളും PR പരിപാടികളൊക്കെ തന്നെ ചെയ്യും. പക്ഷേ PR ചെയ്യുന്ന സമയത്ത് നമ്മുടേതല്ലാത്ത തരത്തിലുള്ള ഒരു ഇമേജ് പൊതുജനങ്ങളുടെ അടുത്തേക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ PR ഏജൻസികൾക്ക് മാത്രമല്ല അഭിമുഖം നൽകുന്നത്. PR ഏജൻസികൾക്ക് മാത്രമല്ല അവരുടെ എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കാനുള്ള അവസരമുണ്ടാകുന്നത്. പല പബ്ലിക് ഇവൻറ്റുകളിലൊക്കെ തന്നെ അവർ സംസാരിക്കും. അപ്പോൾ ആ സമയത്ത് ജെനുവിൻ അല്ലാത്ത രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാപട്യം അവരുടെ PR പരിപാടികൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൊട്ടിത്തകർന്നു വീഴാനുള്ള എല്ലാ സാധ്യതകളും ഈ പൊതുപരിപാടികളിലെല്ലാം തന്നെ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് നന്നായിരിക്കും. പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കുറേയധികം PR ഇൻ്റർവ്യൂകൾ അദ്ദേഹം സൗമ്യ മിതഭാഷിയായിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഇൻ്റർവ്യൂകൾ, പല ഓൺലൈൻ ചാനലുകൾക്കും നൽകുന്ന ഇൻ്റർവ്യൂകൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അദ്ദേഹം പുറത്ത് കാണിക്കുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള PR പരിപാടികൾ പൊളിഞ്ഞു പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നോക്കാം. നമ്മൾ ഈ സമയത്ത് കണ്ട നിരവധി ഇൻ്റർവ്യൂകളിലെല്ലാം തന്നെ ശ്രീ പിണറായി വിജയൻ ഗൃഹാതുരതയോടുകൂടി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഓർത്തെടുക്കുന്നു. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ആരംഭകാലത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പിന്നീട് എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് സ്നേഹം കിട്ടിയത്, അമ്മയുടെ കരുതൽ കിട്ടിയത്, പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്, പിന്നെ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം അതിൽ ത്രൈവ് ചെയ്യുന്നത്, പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്, സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അതിൽ തന്നെ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇല്ലാത്ത മരിച്ചുപോയ പല ആൾക്കാരെ അദ്ദേഹം ഓർത്തെടുക്കുന്നത്, ഇതൊക്കെ കാണുന്ന സമയത്ത് വളരെ സൗമ്യനായിട്ടുള്ള മിതഭാഷിയായിട്ടുള്ള വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ശ്രീ പിണറായി വിജയനെ നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനൊരു ചോദ്യമുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഒരാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ച് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുക എന്നുള്ളത് തന്നെ ഉചിതമല്ലാത്ത ഒരു കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും അനൗചിത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു ഇടപെടലാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് നേരിട്ട് എല്ലാ ദിവസവും ചോദ്യം ചോദിക്കാനുള്ള ഒരു ലക്ഷറി ആൾക്കാർക്കില്ല എന്നുള്ളത് പ്രധാനമാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കാണെങ്കിലും അങ്ങനെയുള്ള ഒരു ലക്ഷറി ഇല്ല. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഒരു പക്ഷേ പാർട്ടിയെ സഹായിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിനെ കുറച്ചുകൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമൊക്കെ ആയിരിക്കാം പാർട്ടിക്കാരൻ കൂടിയായിട്ടുള്ള ആ ചോദ്യകർത്താവ് ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും തനിക്കൊരു ചോദ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി ആ നിമിഷത്തിൽ തന്നെ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തരത്തിലുള്ള PR ഇൻപുട്ടുകളും ഇല്ലാതെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ താൻ എങ്ങനെ പ്രതികരിക്കുമോ അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ആ ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, എത്ര നിരുത്തരവാദപരമായിട്ടുള്ള, ഈ ചോദ്യകർത്താവിൻ്റെ അനൗചിത്യത്തിനേക്കാൾ വലിയ അനൗചിത്യം കാണിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാലോചിച്ച് നോക്കുക. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ സേവകരാണ്, അവർ സെർവൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ രാജാവാണ് ഞാൻ, രാജഭരണ കാലമാണ് എൻ്റേത് എന്ന മട്ടിൽ പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അനഭിലഷണീയമാണ് എന്നുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. ഒരു പ്രജയ്ക്ക് ഒരു രാജാവിനോട് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്ന രാജാക്കന്മാരുണ്ട്, അതില്ലാത്ത രാജാക്കന്മാരുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ രാജഭരണ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാകും. അനൗചിത്യമാണ് ആ ചോദ്യകർത്താവ് കാണിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള ഉപാധികൾ പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിനെ വൈകിപ്പിക്കാമായിരുന്നു. അദ്ദേഹത്തിനോട് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ സംസാരിച്ചതിന് ശേഷമാകാം എന്ന രീതിയിലത്തേക്ക് എന്തെങ്കിലും അദ്ദേഹം അത് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അക്സെപ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിന് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ ഒരു നിമിഷാർത്ഥം പോലും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ധാർഷ്ട്യത്തിനെ പുറത്തെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, എന്തെങ്കിലും തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യം നിങ്ങൾ പിന്നീട് ചോദിക്കൂ എന്ന രീതിയിലോ അല്പം കാർക്കശ്യത്തോടുകൂടി അയാളെ ഒന്ന് ഉപദേശിക്കുന്ന രീതിയിലോ ഒന്നുമല്ല അവിടെ പ്രതികരിച്ചത്. മറിച്ച് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. ജനാധിപത്യത്തിൽ ഒരു മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ ചോദിക്കുക എന്നുള്ളതാണോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഇനി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ ചോദ്യം അവിടെ ചോദിക്കാനായിട്ട് അവരാരും തന്നെ ധൈര്യപ്പെടില്ല.
അഥവാ ചോദിച്ചാൽ പോലും വളരെ സൗമ്യമായിട്ട് അതിനെ വളരെ മെലോ ഡൗൺ ചെയ്ത് വളരെ ടോൺ ഡൗൺ ചെയ്ത് മാത്രമായിരിക്കും അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുക. എന്തിനാണ് സഖാവെ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്, എന്തിനാണ് CMA അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്ന രീതിയിലത്തേക്ക് മാത്രം സോഫ്റ്റായിട്ട് സോപ്പിട്ട് മാത്രമേ ആൾക്കാരിവിടെ ചോദ്യം ചോദിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയേണ്ടത് താങ്കൾ കേരളത്തിൻ്റെ പൊന്നുതമ്പുരാനോ നാടുവാഴിയോ ഒന്നുമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നാണ്. അതിൽ ഭൂരിപക്ഷം താങ്കളുടെ പാർട്ടിക്ക് കിട്ടിയതുകൊണ്ട് താങ്കളുടെ പാർലമെൻ്ററി പാർട്ടി താങ്കളെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതുകൊണ്ട് താങ്കളോട് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ ഇവിടെ വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ഉള്ള അവകാശം ഇല്ലാതെയാകുന്നില്ല. അതിനെ റദ്ദ് ചെയ്യാനായിട്ട് താങ്കൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയുള്ള എല്ലാവർക്കും ഔചിത്യമാണെങ്കിലും അനൗചിത്യമാണെങ്കിലും ചോദ്യങ്ങൾ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാവകാശമുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് അതിലൂടെ മുഖം തിരിക്കുകയോ ആ ആൾക്കാരോട് മോശമായി പ്രതികരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അയാളുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒരു ഇടപെടലുമില്ല എന്നാലോചിച്ച് നോക്കുക. ഇനി അദ്ദേഹത്തിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമോ ഒക്കെയാണെന്ന് കരുതിക്കോളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിനോട് മറുപടി പറയുന്ന സമയത്ത് വീട്ടിൽ പോയി ചോദിക്കണം എന്നല്ല പറയേണ്ടത്. താങ്കൾ തന്നെയാണ് നിയമസഭയിൽ മുമ്പ് ശ്രീ മാത്യു കുഴൽനാടൻ താങ്കളുടെ മകളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയ സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയരുത് എന്ന് പറഞ്ഞത്. സഭയിൽ വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് രേഖകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ ഒരു ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് താങ്കൾക്ക് അതിനെ അതിൻ്റെ മെറിറ്റിൽ കാണാൻ സാധിച്ചില്ല, പകരം വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന താങ്കൾ തന്നെ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന ആളിനോട് അത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് തരത്തിലുള്ള ജനാധിപത്യ മര്യാദയാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആശങ്ക എന്ന് താങ്കൾ തിരിച്ചറിയുക. ഇത് നടാടെ നമ്മൾ കാണുന്നതല്ല. മുമ്പും പരനാറി, നികൃഷ്ടജീവി തുടങ്ങിയ കുലംകുത്തി തുടങ്ങിയ പല മോശമായ പരാമർശങ്ങളും താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കടുത്ത CPMകാരനായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ശ്രീ G. സുധാകരനെക്കുറിച്ചുള്ള താങ്കളുടെ ചില പരാമർശങ്ങളാണ്. സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഭരണകർത്താവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വാക്കാണ് താങ്കളുടെ വായിൽ നിന്ന് വീണത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ചെറ്റ എന്നുള്ള ഒരു പദം പണ്ടുള്ള അടിയാളന്മാരുടെ അല്ലെങ്കിൽ കുടിയാന്മാരുടെയൊക്കെ വീടിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. വളരെ ഡെറിഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന സംസ്കാരമേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് ചെറ്റത്തരം എന്നുള്ള ഒരു വാക്ക് പോലും ഉപയോഗിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള, വളരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു വലിയ വിഭാഗത്തിനെ, പ്രത്യേകിച്ച് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ മോശക്കാരായിട്ടും നികൃഷ്ടരായും കാണുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം താങ്കളുടെ വായിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള മര്യാദകേട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകാനില്ല എന്നാലോചിച്ച് നോക്കുക. കാരണം താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്. എന്നിട്ട് അതിനെ കമന്നു കിടന്ന് ന്യായീകരിക്കുന്ന കുറേയധികം CPMകാരെ നമ്മൾ കണ്ടു. ശ്രീ A. വിജയരാഘവനൊക്കെ ചെറ്റത്തരം എന്നുള്ളത് വളരെ ചാരുതയാർന്ന ഒരു പദമാണ് എന്നൊക്കെ പറയുന്നു. ഇമ്മാതിരി വിഡ്ഢിത്തം പറയുന്ന, യാതൊരു വിധത്തിലുള്ള മര്യാദയുമില്ലാതെ ഒരു പുലഭ്യത്തിനെ ഇങ്ങനെയുള്ള വലിയ ഉന്നത ഭാഷാ പദമായിട്ടൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന വിദൂഷക സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ CPM എന്നുള്ള പാർട്ടിയുടെ നാശം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രസ്താവന കൂടി കണ്ടു. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിനിമാ നടൻ കൂടിയായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി. അദ്ദേഹം പല മേഖലകളിൽ കഴിവ് തെളിയിച്ചയാളാണ്. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്, നല്ലൊരു ഡിബേറ്ററാണ്, അദ്ദേഹം ഒരു നല്ല നടനാണ്, സ്റ്റാൻഡപ്പ് കമേഡിയനാണ്, സംവിധായകനാണ്. അങ്ങനെ വിവിധ ക്വാളിറ്റീസ് ഉള്ള ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് നിങ്ങളുടെ മുൻനിര നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിനെ കോമാളി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്ത് കോമാളിത്തമാണ് ശ്രീ രമേശ് പിഷാരടി കാണിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ അദ്ദേഹം വ്യാപൃതനാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ നിങ്ങളൊരു കോമാളി എന്ന രീതിയിലത്തേക്ക് കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കലാരൂപത്തിനെ, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെ ഒക്കെ തന്നെ ആക്ഷേപിക്കുകയാണ്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് വഴങ്ങുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ദിവസേന നടത്തുന്ന പ്രസ്താവനകളെല്ലാം സ്റ്റാൻഡപ്പ് കോമഡിയായിട്ട് പരിണമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ സ്വതസിദ്ധമായ ശൈലിയിൽ ആൾക്കാരുടെ കയ്യടിയും മുഖത്ത് ഒരു ചിരിയുമൊക്കെ സമ്മാനിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ പുച്ഛിച്ചുകൊണ്ട് അയാൾ വെറും കോമാളിയാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരാണ് കോമാളികളായി മാറുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ തോമസ് ഐസക് അടക്കം മനസ്സിലാക്കേണ്ടതാണ്. എത്ര പക്വതയോടുകൂടിയാണ് ശ്രീ തോമസ് ഐസക്കിൻ്റെ ഈ വിഡ്ഢിത്ത പ്രസ്താവനയോട് ശ്രീ രമേശ് പിഷാരടി പ്രതികരിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള, ഇത്രത്തോളം പ്രായത്തിൽ മുതിർന്ന ശ്രീ തോമസ് ഐസക്കിന് ഇല്ലാതെ പോയതും ശ്രീ രമേശ് പിഷാരടിക്ക് ഉണ്ടായതും വിവേകം എന്നുള്ള ഒരു കാര്യമാണ് എന്നതിനെക്കുറിച്ചും CPMകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളാരും ഇവിടുത്തെ പൊന്നുതമ്പുരാക്കന്മാരൊന്നുമല്ല. ഇവിടെ രാജഭരണ കാലമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കണം, പെരുമാറണം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല. അതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഈ ചെറ്റത്തരം, കോമാളി തുടങ്ങിയ പരാമർശങ്ങൾ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയും പഴയ ധനമന്ത്രിയും ഒക്കെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങളുടെ ഈ പ്രസ്താവന തിരുത്തേണ്ടതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും വോട്ട് ചോദിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് നമ്മുടെ നാട്ടിലെ വോട്ടർമാർ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ളത് അറിയാനാണ് എനിക്കിപ്പോൾ ഉള്ള താല്പര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് മര്യാദഘട്ട എന്തൊരു വർത്തമാനവും പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജനങ്ങൾ നിങ്ങളോട് മനസ്സിലെങ്കിലും പറയുന്നത് പോയത് വീട്ടിൽ വിളിച്ചാൽ മതി എന്നായിരിക്കും. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.